ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ആപ്പം, ഇടിയപ്പം, ചോറ്, ചപ്പാത്തി എന്തിനു വേണം ബ്രെഡിൻ്റെ കൂടെ ഒപ്പം കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഒരു ചൂടായ കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് ഒന്ന് ലൈറ്റായി ഒന്ന് മിക്സ് ചെയ്ത് വിടാം. എന്നിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ലൈറ്റായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം ഏകദേശം പൊട്ടി വരുമ്പോൾ ഞാനിവിടെ 2 ഉള്ളി പേസ്റ്റാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും പേസ്റ്റ് ആയതുകൊണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് കാണാൻ പറ്റും നല്ലപോലെ വഴന്നങ്ങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി ഞാൻ പേസ്റ്റാക്കി എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ഈ മസാലയുടെ പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിനെ അങ്ങ് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങളിത് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും ഇതിൻ്റെ മേലെ എണ്ണയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞു, തെളിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഉണ്ടായിരുന്നില്ലേ, അതിന് ഇതിലോട്ടിട്ട് കൂടെ 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ, 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ ബൗളിൽ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലും മസാലയൊക്കെ നല്ലപോലെ മുട്ടയിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിട്ട മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പത്തിരി, ചപ്പാത്തി, പൊറോട്ട എന്തിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.